എൻ്റെ പേര് അക്സ. ഞാൻ ചങ്ങനാശ്ശേരി NSS കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. തിരുവല്ലയാണ് സ്വദേശം. ഞങ്ങളുടെ അമ്മയുടെ നാട് ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ പുതുതായി വാങ്ങിയ സ്കൂട്ടർ ട്രിവാൻഡ്രത്തുള്ള ഞങ്ങളുടെ അമ്മാമ്മയെ കാണിക്കുവാൻ ഞാനും എൻ്റെ ബ്രദറും തിരുവല്ലയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് യാത്രയായി. ട്രിവാൻഡ്രത്തെത്തിയ ഞങ്ങൾ കസിൻസും അമ്മയുടെ സിസ്റ്ററിനെയും കണ്ടു. അങ്ങനെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് പൊന്മുടി യാത്ര. ഞങ്ങൾക്ക് പൊന്മുടി എന്ന പേരല്ലാതെ വേറൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാറിലും സ്കൂട്ടറിലും ഒക്കെയായി വിതുര ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം KSRTC ബസ്സിൽ കയറി പൊന്മുടിക്ക് യാത്രയായി. യാത്രയിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പൊന്മുടി ഒരു മലയുടെ മുകളിലാണെന്ന്. ഈ യാത്രയിലാണ് ഹെയർപിൻ വളവ് എന്നുള്ള പേര് ആദ്യമായി കേൾക്കുന്നതും കാണുന്നതും. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ വളരെ മനോഹരവും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ പ്രകൃതി ഭംഗി ഞങ്ങൾക്ക് നേരിട്ട് ആസ്വദിച്ച് അനുഭവിക്കുവാൻ കഴിഞ്ഞു. വിജനമായ പാതയിൽ കാറുകളും സ്കൂട്ടറുകളും ഇടയ്ക്കിടയ്ക്ക് ടൂറിസ്റ്റ് ബസ്സുകളും ചീറിപ്പോയുന്ന ഫ്രീക്കന്മാരുടെ ബൈക്കുകളുടെയും ഒക്കെ അകമ്പടിയോടെയാണ് ഞങ്ങളുടെ യാത്ര. ഒരു യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏതോ ഒരു രാജ്യത്തിൽ എത്തിയതിൻ്റെ പ്രതീതി. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം എന്ന പരിപാടി കണ്ടിട്ടുള്ള എനിക്ക് അതേ കാഴ്ചകളുടെ അനുഭവമായിരുന്നു കിട്ടിയത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഒരു യൂറോപ്പ്. ഞങ്ങൾ സഞ്ചരിച്ച ബസ്സിന്റെ ഏത് വശത്തിരിക്കുമെന്നുള്ളതിനെ കുറിച്ച് ആശങ്കയായി. കാരണം ഇരുവശത്തും മനോഹരമായ ദൃശ്യങ്ങൾ. ചെങ്കുത്തായ പാതയിൽ അങ്ങകലെ മഞ്ഞുപാളിയിൽ പുതഞ്ഞു കിടക്കുന്ന മലയും താഴ്വരയും ഒക്കെ കണ്ടാൽ മനോഹരമായി വരച്ച ചിത്രരചന പോലെ തോന്നിപ്പോവും. അങ്ങനെ ഞങ്ങൾ 22 ഹെയർപിൻ വളവുകളും കടന്ന് പൊന്മുടിയിലെത്തി. ബസ് നിർത്തുന്നു, യാത്രക്കാർ ഇറങ്ങുന്നു. ഞങ്ങളുടെ മുൻപിൽ റെസ്റ്റോറൻറ്റും കുറച്ച് ബിൽഡിങ്ങും ഉണ്ടായിരുന്നു. ആദ്യം കരുതി ഇതായിരിക്കാം പൊന്മുടി എന്ന്. അപ്പോഴാണ് ലേഡി കണ്ടക്ടറിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. ഇനിയുള്ള 20 മിനിറ്റ് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അത് കഴിഞ്ഞിട്ടേ പൊന്മുടി ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ബസ് നീങ്ങുകയുള്ളൂ. 20 മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ കേരളത്തിൻ്റെ കാശ്മീർ എന്നും ഊട്ടി എന്നും അറിയപ്പെടുന്ന പൊന്മുടി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നു. ഉച്ചയ്ക്കുള്ള വെയിലും യാത്രയുടെ ക്ഷീണവും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയ ഭക്ഷണം തണൽ മരത്തിൻ്റെ ചുവടിൽ എല്ലാവരും വട്ടം കൂടിയിരുന്നു ഭക്ഷിച്ചു. തുടർന്ന് പൊന്മുടി കാഴ്ചകളിലേക്ക്. നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന കാട് പിടിച്ച് രൂപഭംഗിയില്ലാതെ കിടക്കുന്ന പുൽപ്പുറം പോലെയല്ല, ആരോ പ്ലാൻ ചെയ്ത് വെച്ചുപിടിപ്പിച്ച പുൽച്ചെടികളായിട്ടേ തോന്നും. ഒരുപക്ഷെ കാലാവസ്ഥയുടെ പ്രത്യേകതയായിരിക്കാം അവിടുത്തെ ചെടികളും വൃക്ഷങ്ങളും വേറിട്ട ഒരു സുന്ദരമായ കാഴ്ച നൽകുന്നത്.
ഒരു എയർ കണ്ടീഷൻ റൂമിലിരിക്കുന്ന അതേ അനുഭവം നൽകുന്നു. രണ്ടാമത്തെ പ്രത്യേകത, എവിടെ നോക്കിയാലും പച്ചപ്പരവതാനി വിരിച്ച് ഹരിതമായ കാഴ്ച. മൂന്നാമത്, മലകൾ, കുന്നുകൾ, പാറകൾ, പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച. നാലാമത്, അമ്പരച്ചുംബികളായ മഞ്ഞമേഘങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച. അഞ്ചാമത്, മനോഹരമായ താഴ്വര കാഴ്ചകളും മനസ്സിനെയും ശരീരത്തെയും തണുപ്പിക്കുന്ന ഇളം കാറ്റും. സൂക്ഷ്മവീക്ഷണം ചെയ്യുന്നവർക്ക് ഇനിയും ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായേക്കാം.
പൊന്മുടിയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ 1-2 പരാധീനതകൾ പരിഹരിച്ചിരുന്നെങ്കിൽ ഉല്ലാസയാത്രക്കാരുടെ ആശങ്ക ശമിച്ചേനെ. അതിലൊന്ന്, സ്വന്തം വാഹനത്തിൽ വരുന്നവർക്കും KSRTCയിൽ വരുന്നവർക്കും നല്ലൊരു തുക ഫീസ് ഈടാക്കുന്നുണ്ട്. മിതമായ നിരക്ക് ഈടാക്കുന്നതിൽ തെറ്റില്ല. 2, മഴ പെയ്താൽ നനയാതെ ഒതുങ്ങി നിൽക്കേണ്ട യാതൊരു സംവിധാനവുമില്ല. പൊന്മുടിയിൽ പോകുന്നവർ ഒരു കുടയും കൂടെ കരുതുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ മഴയുണ്ടെങ്കിൽ പെട്ടുപോയത് തന്നെ. വേണ്ട രീതിയിലുള്ള ഷോപ്പുകളോ വാഷ്റൂം സൗകര്യങ്ങളോ ഇല്ല. അങ്ങനെ നമ്മുടെ പൊന്മുടി ട്രിപ്പിലെ ഒരിക്കലും മറക്കാത്ത കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും ലോകത്തു നിന്ന് മടങ്ങിപ്പോകേണ്ട സമയമായി. KSRTC ബസ്സിൻ്റെ വരവോടുകൂടെ തൽക്കാലം വിരാമം കുറിച്ചുകൊണ്ട് വീണ്ടും ചെങ്കുത്തായ പാതയിൽ തേയിലത്തോട്ടങ്ങളിടയിലൂടെ ഹെയർപിൻ വളവ് ചുറ്റി മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ തിരുവല്ലയിലേക്ക് മടങ്ങി.